അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വർഗം എന്നോട് ചോദിക്കുന്നില്ലേ എന്ന് സ്വഹാബിയോട് സ്വർഗം ചോദിക്കാൻ പ്രചോദിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. عن علي رضي الله عنه أنه قال كان رسول الله صلى الله عليه وسلم إذا سئل عن شيء فأراد أن يفعله قال نعم وإذا أراد أن لا يفعله سكت وكان لا يقول لشيء لا فأتاه أعرابي فسأله فسكت ثم سأله فسكت ثم سأله فقال النبي صلى الله عليه وسلم سل كهيئة المنتهر له سل ما شئت يا أعرابي فغبطناه وقلنا الآن يسأل الجنة قال أسألك راحلة قال النبي صلى الله عليه وسلم لك ذاك. സുദീർഘമായ ഈ ഹദീസിൻ്റെ ചുരുക്കം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്വഹാബി സൽക്കരിക്കുന്നു. ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിയോട് ചോദിക്കുന്നു. ചോദ്യം കേട്ട ഉടനെ തന്നെ ആ സ്വഹാബി ഒരു ഒട്ടകത്തെ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നിനക്കുള്ളതാണ്, അത് നിനക്കുണ്ട്, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? വീണ്ടും ആ സ്വഹാബി പറയുകയാണ്, നബി എനിക്ക് ഒരു ഒട്ടകം കൂടി വേണം. നബി തങ്ങൾ പറഞ്ഞു, അത് നിനക്കുണ്ട്, വീണ്ടും എന്താണ് നിനക്ക് വേണ്ടത്, ആവശ്യമുള്ളത് ചോദിക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും തൻ്റെ വാഹനത്തിനായിട്ട് ഒട്ടകം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനടി തിരിച്ചു ചോദിക്കുകയാണ്, ബനു ഇസ്രായേൽ ജീവിച്ചിരുന്ന അജൂസത്ത് ആ ഉമ്മാമ ചോദിച്ച ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നില്ല? അപ്പോൾ സ്വഹാബികൾ ആ ചരിത്രത്തെപ്പറ്റി എന്താണ് നബിയെ സംഭവമെന്ന് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ മാറ്റിക്കൊണ്ട് മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പഴയ ഖബർ എവിടെയാണെന്ന് പ്രദേശവാസികളോട് അന്വേഷിക്കുകയും അത് അവിടെ താമസിക്കുന്ന ഒരു പ്രായം ചെന്ന ഉമ്മാമക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നവർ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം നാട്ടുകാർ പറഞ്ഞുകൊടുത്ത ഉമ്മാമയുടെ അടുക്കലേക്ക് പോയി യൂസുഫ് നബി അലൈഹിസ്സലാം ഖബർ എവിടെയാണെന്ന് അന്വേഷിച്ചു. ആ സമയത്ത് ആ പ്രായം ചെന്ന സ്ത്രീ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആവശ്യപ്പെടുന്നത് ചോദിച്ചാൽ തരുമെങ്കിൽ മാത്രമേ ഞാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ കാണിച്ചു തരികയുള്ളൂ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അത് സമ്മതിക്കുകയും ചെയ്തു. അത് പ്രകാരം ഉമ്മാമ ചോദിച്ചത് ഇങ്ങനെയാണ്, അസ്അലുക അൻ നകൂന മഅക ഫി ദറജത്തിൽ ലതി തകൂനു ഫീഹാ ഫിൽ ജന്ന. മൂസാ നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിലകൊള്ളുന്ന ദർജയിൽ, ആ ഉന്നതമായ പദവിയിൽ സ്വർഗ്ഗത്തിൽ കഴിയാനുള്ള അവസരം എനിക്ക് വേണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ ആവശ്യം സമ്മതിക്കുകയും പുത്തംവാദികളുടെ ഭാഷയിൽ പറഞ്ഞ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം സൃഷ്ടിയോട് ചോദിച്ചു. കടുത്ത ശിർക്ക് തന്നെയാണ്. അങ്ങനെ ആ മൂസാ നബി അലൈഹിസ്സലാം സമ്മതിക്കുകയും ഖബർ കാണുകയും അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മാറ്റി ഖബറടക്കം മറവ് ചെയ്യുകയും ചെയ്തു. ഈ സ്വഹീഹായ ഹദീസ് വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത ഇമാമുകൾ അവിടെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്ന് ഇമാം അബൂ യഅല റഹിമഹുല്ലാ മുസ്നദിൽ, രണ്ട് ഇമാം ഹാക്കിം റഹിമഹുല്ലാ മുസ്തദ്റക്കിൽ, മൂന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാ അദ്ദുററുൽ മൻസൂർ, നാല് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു മുഅ്ജമുൽ കബീർ, അഞ്ച് ഇമാം ഹാഫിള് ഹൈസമി റഹിമഹുല്ലാ മജ്മഉ സവായിദ്, ആറ് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഏഴ് അലാഉദ്ദീൻ ഇബ്നു ഹിസാം റഹിമഹുല്ലാ കൻസുൽ അമ്മാൽ, 8 മക്കാരിമുൽ അഖ്ലാഖ് ലിൽ ഖറായിത്ത്, 9 താരീഖ് ഇബ്നു അസാക്കിർ, 10 തഫ്സീറുൽ ബഗവി. സനദ് ദുർബലപ്പെടുത്താൻ വരക്കം പായുന്ന മുജാഹിദുകൾ അവരുടെ നേതാവ് തന്നെ സ്വന്തം ഗ്രന്ഥത്തിൽ ഈ ഹദീസ് സ്വഹീഹാണെന്ന് വെളിപ്പെടുത്തിയത് കാണുക. 12-മത്തത് അൽബാനി സിൽസിലത്തുൽ ഹദീസ് സ്വഹീഹ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള വസ്തുതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പുത്തംവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൗതികമായ ഒരു ഒട്ടകം എനിക്ക് വേണം എന്ന് പറഞ്ഞ സ്വഹാബിയോട് നിങ്ങൾ ഇതേ ചോദിക്കുന്നുള്ളവോ? എന്തുകൊണ്ട് ബനു ഇസ്രായേലിലെ ആ ഉമ്മാമ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെ ആ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. അതായത് എനിക്ക് സ്വർഗം വേണം, സ്വർഗത്തിൽ തങ്ങളുടെ പദവിയിൽ തന്നെ പ്രവേശിപ്പിക്കണം എന്നുള്ള ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മുജാഹിദ് ഭാഷയിൽ പറഞ്ഞാൽ അഭൗതികമായ ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള പ്രചോദനം സ്വഹാബികൾക്ക് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതല്ല, ഇനി സ്വർഗം എന്നുള്ള വിഷയം അഭൗതികമല്ല, കേവലം ഭൗതികമായി എന്ന വാദത്തിലേക്ക് പുത്തംവാദികൾ മാറിയെങ്കിൽ അത് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം നിങ്ങളുടെ ഭാഷയിൽ ശിർക്കായ കാര്യങ്ങൾ പ്രവാചകർ അനുവദിച്ചു കൊടുത്തു എന്നാണോ പറയാനുള്ളത്?
ഈ ഹദീസിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വായിച്ചെടുക്കേണ്ടതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്തായി 170 വർഷത്തിന് ശേഷം വന്ന മൂസാ നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ തിരുശരീരം മാറ്റി മറവ് ചെയ്യുന്നതാണ് ഈ ഹദീസിലൂടെ കാണുന്നത്. 170 വർഷം കഴിഞ്ഞിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ തിരുശരീരത്തിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് പ്രവാചകരുടെ ശരീരം മണ്ണിൽ ജീർണിച്ചു നശിക്കുമെന്നെഴുതിയ പുത്തംവാദികൾക്ക് പുനർചിന്തനത്തിന് ഉപകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.